നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഒരു വൻ സൈനിക നീക്കത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ബംഗാൾ ഉൾക്കടൽ പിന്നിട്ട് അറബിക്കടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വെറും 3 ദിവസത്തിനകം ഈ കപ്പൽപ്പട തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ എന്താണ് ഈ നീക്കത്തിന്റെ അർത്ഥം? നമുക്ക് പരിശോധിക്കാം. ദക്ഷിണ ചൈന കടലിൽ നിന്നാണ് ഈ സൈനിക വ്യൂഹത്തിന്റെ യാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ കടലിടുക്കും മലാക്ക കടലിടുക്കും പിന്നിട്ട കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അതിവേഗം പശ്ചിമേഷ്യൻ തീരത്തേക്ക് നീങ്ങുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഇത് അറബിക്കടലിന്റെ തന്ത്രപ്രധാനമായ മേഖലയിൽ നിലയുറപ്പിക്കും. എന്താണ് USS എബ്രഹാം ലിങ്കണിന്റെ പ്രത്യേകത? ഇതൊരു കപ്പൽ മാത്രമല്ല, വെള്ളത്തിന് മുകളിലെ ഒരു സൈനിക നഗരമാണ്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ കൂറ്റൻ കപ്പലിന് ഇന്ധനം നിറയ്ക്കാതെ പതിറ്റാണ്ടുകളോളം സഞ്ചരിക്കാനാവും. 90ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇതിലുണ്ട്. ഇതിൽ F-35C ലൈറ്റ്നിംഗ്, സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എബ്രഹാം ലിങ്കണിന് കാവലായി USS സ്പ്രൂവൻസ്, USS മൈക്കൽ മർഫി തുടങ്ങിയ 2 ഡിസ്ട്രോയർ കപ്പലുകളും ഒരു ആണവ അന്തർവാഹിനിയും ഒപ്പമുണ്ട്. ചുരുക്കത്തിൽ ഒരു ചെറിയ രാജ്യത്തിന്റെ വ്യോമസേനയേക്കാൾ കരുത്തുണ്ട് ഈ ഒരൊറ്റ കപ്പൽപ്പടയ്ക്ക്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഇസ്രയേൽ-ഇറാൻ അതിർത്തിയിലെ കടുത്ത സംഘർഷങ്ങളുമാണ് ഈ വിന്യാസത്തിന് പിന്നിലെ പ്രധാന കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന ഒരു സൈനിക നടപടിക്കുള്ള മുൻകരുതലാണിത്. പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷയും ഇസ്രയേലിന് നൽകുന്ന പ്രതിരോധ കവചവും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ വ്യോമാതിർത്തികൾ ഭാഗികമായി അടച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഈ കപ്പൽപ്പട എത്തുന്നതോടെ പശ്ചിമേഷ്യയിലെ US സെൻട്രൽ കമാൻഡിന്റെ കരുത്ത് ഇരട്ടിയാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള കപ്പലിന്റെ ഈ യാത്രയെ ഇറാനിയൻ ചരക്കു കപ്പലുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വെറും 3 ദിവസത്തെ ദൂരം. അറബിക്കടലിൽ എബ്രഹാം ലിങ്കൺ നങ്കൂരമിടുന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് മാറും. ശത്രുക്കൾക്ക് അമേരിക്ക നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. ലോകം ഇപ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഈ സൈനിക നീക്കം ഒരു സമാധാന ചർച്ചയിലേക്കാണോ അതോ മറ്റൊരു ഗൾഫ് യുദ്ധത്തിലേക്കാണോ വഴി തുറക്കുന്നത് എന്നാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇറാനുമായി അമേരിക്ക ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമോ? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.